മലബാറിലാണ് ഗൈസ്. അടിപൊളി കമ്മൽ ഞാൻ വാങ്ങിയതിന് ശേഷം ഇഷ്ടംപോലെ അടിപൊളി മോഡൽ 80 ക്യാരറ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ. പല പല വെറൈറ്റി ഉണ്ട്. എനിക്ക് കാണുമ്പോൾ കൊതിയാവുന്നു, വാങ്ങാൻ തോന്നുന്നു. ലോങ് ലെങ്ത്തിലുള്ള കേട്ടോ. അപ്പം ഞാൻ റീഗലിലായിരുന്നു പോയത്. റീഗലിൽ പോയിട്ട് ഒരു മുല്ലമുട്ടുമാല എടുത്തതായിരുന്നു. അപ്പോൾ ആ ഒരു റേഞ്ചില്ല, 5 പവൻ്റെതേ ഉള്ളൂ. എനിക്ക് 5.5 പവൻ കിട്ടണം. അപ്പോൾ പിന്നെ ഞാൻ മലബാറിലേക്ക് വിളിച്ചു നോക്കി, ഇവിടത്തേക്ക് വന്നതാണ്. അപ്പോൾ ഇവിടെ 6 പവൻ്റെതുള്ളത്, അത് കട്ട് ചെയ്തിട്ട് 5.5 ആക്കുക കേട്ടോ. അപ്പോൾ റീഗലുകാർ എന്നെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു മേക്കിംഗ് ചാർജിൽ എനിക്ക് മലബാറിന് കിട്ടൂല എന്ന് പറഞ്ഞിട്ട് എന്നെ വല്ലാതെ കളിയാക്കിയിട്ട് വിട്ടതാട്ടോ. നിങ്ങൾ പോയിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് റീഗലിലത്തെ നമ്പറും എനിക്ക് തന്നു. റീഗലിലത്തെ എസ്റ്റിമേറ്റ് എന്നല്ല അതിന് പറയാം, ഡീറ്റെയിൽ ആയിട്ടുള്ള മേക്കിംഗ് ചാർജും GSTൻ്റെതും ഒക്കെ കറക്റ്റ് എനിക്ക് എഴുതി തന്നിട്ട് എന്നോട് പറഞ്ഞു, ജസ്റ്റ് ഇതൊന്ന് ഫോട്ടോ എടുത്തോളി, എന്നിട്ട് അവിടെ പോയിട്ട് അതുമായിട്ടൊന്ന് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാനെന്ന് പറയുന്നത് മലബാറിൽ സ്ഥിരമായിട്ട് കസ്റ്റമറാണ്. സ്ഥിരമായിട്ട് ഞാൻ ഗോൾഡ് എടുക്കുന്ന മലബാറിലാണ്. റീഗലിൽ മേക്കിംഗ് ചാർജ് കുറവാണെന്ന് കേട്ടിട്ട് പോയതാട്ടോ. അപ്പം ഞാനിവിടെ വന്നു. പക്ഷെ വേറെ മോഡലാണ് എടുത്തത്. പക്ഷേ മേക്കിംഗ് ചാർജ് ഇവിടുത്തൊക്കെ നോക്കുകയാണെങ്കിൽ സെയിം ആണ് കേട്ടോ. ഇവിടെ ഉള്ളവർ കൂടുതൽ പറഞ്ഞിട്ട് പിന്നെ അത് ഡിസ്കൗണ്ട് ചെയ്ത് ആ ഒരു റേഞ്ചിലേക്ക് വരുന്നുണ്ട്. അവരതില്ലാതെ ഡിസ്കൗണ്ട് ഇല്ലാതെ ആ ഒരു റേഞ്ച് പറയുന്നത്. അല്ലാതെ മലബാറും റീഗലും തമ്മിൽ യാതൊരു മാറ്റവും ഇല്ല കേട്ടോ. വെറുതെ പറയുന്നതാണ്. ഹോൾസെയിൽ റേറ്റാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പിന്നെ ഈ വീഡിയോ KK ചേട്ടൻ കാണുകയാണെങ്കിൽ KK ചേട്ടനോടൊരു കാര്യം പറയാണ്ട്, റീഗലുകാർക്ക് നമ്മൾ അവിടുന്ന് ഗോൾഡ് എടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. വളരെ പുച്ഛ ഭാവത്തോടെ ആയിരുന്നു കേട്ടോ നമ്മളോടുള്ള പെരുമാറ്റം. ഞാൻ പറഞ്ഞു, എനിക്ക് വേറെ ഷോപ്പിൽ നിന്നൊക്കെ DA എന്നാണെങ്കിലും മലബാറിൽ നിന്നൊക്കെയാണെങ്കിലും പെട്ടെന്ന് അവർ കസ്റ്റമൈസ് ചെയ്യാച്ചാൽ 10 days കഴിയും, ഓണമൊക്കെ കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് മലബാറിനോ DA എന്നൊക്കെയാണെങ്കിൽ പെട്ടെന്ന് അത് ചെയ്ത് തരാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ മലബാറിലേക്കോ DAയിലേക്കോ പോയിക്കോളി, നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ അവിടെ നിന്ന് വാങ്ങിക്കോളി എന്ന് പറഞ്ഞു. എല്ലാവരും ഒരു കസ്റ്റമറെ കിട്ടുകയാണെങ്കിൽ അതെങ്ങനെയെങ്കിലും ആ കസ്റ്റമർ അവിടെ പിടിച്ചു നിർത്താൻ, അതും ഇപ്പോഴത്തെ ഗോൾഡിൻ്റെ റേറ്റൊക്കെ വെച്ചിട്ട് അവർക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല കേട്ടോ. പക്ഷെ മലബാറിൽ വന്നാൽ നല്ല സ്റ്റാൻഡേർഡ് പെരുമാറ്റം, നല്ലൊരു കാപ്പിയും കിട്ടും. ഉള്ളത് പറയുന്നതിനെന്താ. അപ്പോൾ മാല എടുത്തിട്ടുണ്ട്, ഒരു ഹാർട്ട് ഷേപ്പ്. ഹൃദയമാണല്ലോ നമുക്കെല്ലാം, ഒരു ഹാർട്ട് ഷേപ്പിലുള്ള. ഞാൻ എടുത്ത മാലേനേക്കാട്ടിലും നന്നായിട്ട് പിന്നെ ലൈഫ് കിട്ടുമെന്നാണ് പറയുന്നത്. നോക്കട്ടെ എന്താണ് പുസ്തകം. ഞാനൊരു കമ്മലിന് നോക്കട്ടെ. എടാ ഒരു മിനിറ്റ്, ഇത് എത്രയാണ് വരുന്നത്? ഇത് അത് എത്ര പവൻ വരുന്നുണ്ട്? ഇത് കമ്മൽ എല്ലാം വെയിറ്റാണ് അറിയുന്നത്. 1/2 പവനില്ലേ? അത് സ്റ്റോണും കൂടി വെച്ചിട്ടല്ലേ 1/2 പവൻ വരുന്നത്? വിത്തൗട്ട് സ്റ്റോണാണ് 1/2 പവൻ വരുന്നത്. ജസ്റ്റ് ഒന്നും എടുത്ത് വീഡിയോ അലോഡാണോ ഇതിന്? അല്ല, ചിലയിടത്ത് വീഡിയോ അലോഡെല്ലാം പറഞ്ഞിട്ട് എഴുതിയൊക്കെ അല്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെയൊന്നും ഉണ്ടല്ലേ? അല്ല, കല്യാണിലൊക്കെ കണ്ടിട്ടുണ്ട് വീഡിയോ അലോഡെല്ലാം പറഞ്ഞിട്ട് എഴുതി വെക്കുന്നത്, അതുകൊണ്ട് ചോദിച്ചതാണ്. ഓസിക്ക് അവർക്ക് പരസ്യമാണല്ലോ, അപ്പോൾ വീഡിയോ അലോഡാണെന്ന് പറഞ്ഞു. അടിപൊളി മാലയാട്ടോ, അല്ല കമ്മലാട്ടോ, 1/2 പവൻ. അടിപൊളി ഒരു കമ്മലിന് ലെങ്ത്തായിട്ട് 1/2 പവൻ. നിൻ്റെ തലയിലാകുമോ? ഏട്ടെത്തി അവൾ പോയിട്ടില്ല. അവളെൻ്റെ തലയിലാവുമോ എന്ന് ചോദിച്ചതാ. അവൾക്ക് ഇവിടെ നിന്ന് അവളെ ബസ് കയറ്റി വിടണം. അപ്പം അങ്ങനെയാണ്. എൻ്റെ ഓൾഡിൻ്റെ വെയിറ്റ് ഇതാണ്, 43,594 ഓൾഡ് കൊടുക്കാനുള്ളത്. സെയിം വെയിറ്റിന് തന്നെയാണ് ഞാൻ മേടിക്കുന്നത്. മേക്കിംഗ് ചാർജ് ഒരു 15-16 രൂപയുടെ അടുത്ത് മേക്കിംഗ് ചാർജ് നമ്മൾ കൊടുക്കേണ്ടി വരും. എന്നാലും വേണ്ടിയില്ല, മാല മേടിച്ചിട്ടുണ്ട്. ലെങ്ത്ത് കുറവായിരിക്കും കേട്ടോ, കാരണം കട്ട് ചെയ്യുന്നതുകൊണ്ട്. അപ്പം അങ്ങനെയാണ്. ബാക്കി മാലേൻ്റെ ഡീറ്റെയിലൊക്കെ ഞാൻ തരാം കേട്ടോ.